ഈ ഒരു സോണിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതിലേക്ക് പ്രൈസ് വരുന്നോ നോക്കാം. ഇവിടെ നമ്മൾ ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ഇപ്പോൾ റെസ്പെക്റ്റ് ആയിക്കൊണ്ട് നിൽക്കുന്നത്. ഇവിടെ റെസ്പെക്റ്റ് ആയത് ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ടാപ്പാണ്. ഇവിടെ ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടാപ്പ്, തേർഡ് ടാപ്പ്, ഫോർത്ത് ടാപ്പിലാണ് നമ്മൾക്ക് ഇവിടെ എൻട്രി കിട്ടിയത്. ഫോർത്ത് ടാപ്പ് മാത്രമല്ല, എന്താണ് ഇത് നമ്മളുടെ 1 മിനിറ്റിന്റെ സോണും കൂടിയാണ്. ഓരോത്തിന് എന്ത് ചെയ്തു, സോണിന്റെ ഹാഫ് ആക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അതും ഉണ്ടായി. മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസ് ആയിരുന്നു ഇവിടെ നമുക്ക് ബൈക്കുള്ളത്. അപ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി നമ്മളെടുത്ത് ഒരു ഫിക്സഡ് ആയിട്ട് 2 hour കീപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. ഓക്കെ, പ്രൈസ് നമ്മുടെ ഇവിടെയാണ്. ഇനി നമ്മുടെ വെയിറ്റിംഗ് ഗെയിമാണ് ചെയ്യേണ്ടത്. ഇത്രയും അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി മാർക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്തിരിക്കുക എന്നുള്ളൂ. ട്രേഡിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ റൂൾ അനുസരിച്ച് എന്ത് ചെയ്യുക, ബ്രേക്ക് ഈവൺ ആക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ റൂൾസ് പ്രകാരം. ഓക്കെ ഓക്കെ ഇതിപ്പം റീറ്റെയിലേഴ്സിനുള്ള എൻട്രി ആണ് ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നത്. അവരുടെ എന്താണ് സ്ട്രാറ്റജി, ട്രെൻഡ് ലൈൻ ടാപ്പ് ഇവിടെ എന്ത് ചെയ്തു, ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തു, തിരിച്ച് റീടെസ്റ്റ് ചെയ്തു. ഇവിടുന്ന് താഴേക്കുള്ള മൂവായിരിക്കും അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് സെല്ലായിരിക്കും അവർ താഴോട്ട് നോക്കിയിട്ടുണ്ടാവുക. എവിടെ വരെ, ഈ സോണിന്റെ താഴെ വരെ. പക്ഷെ നമ്മൾ നോക്കുന്നത് ഈ ഒരു സോണിൽ നിന്നൊരു റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോക്കാം, ഇവിടെയൊക്കെ നമ്മുടെ എൻട്രി വരുന്നത് ഇവിടെ ആയിരുന്നു, പക്ഷെ അവിടേക്ക് തിരിച്ച് ഫുൾ ബാക്ക് വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം, എല്ലാ മൂവ്മെന്റും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 1% ആണ് റിസ്ക് ചെയ്യുന്നതെങ്കിൽ മന്ത്ലി ഒക്കെ ഒരു ടാർഗറ്റ് വെക്കുക. ഏകദേശം ഒരു 2-3% ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. അതേപോലെ വീക്കിലിയും വെക്കാം നിങ്ങൾക്ക് ടാർഗറ്റ്. വീക്കിലി ഒരു 1% അല്ലെങ്കിൽ 2% എന്നുള്ള രീതിയിൽ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാം. ഒറ്റ ട്രേഡിൽ തന്നെ 1% എടുക്കാതെ നിങ്ങൾക്ക് 0.5 അല്ലെങ്കിൽ 0.25 അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, യൂറോ USD താഴോട്ടാണ്, ഈ ഒരു സോണിൽ നിന്ന് റിയാക്ട് ആയി പോയതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. ഓൾറെഡി വരച്ചിട്ടുണ്ട് നമ്മൾ.
ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് എന്താണ് റിയാക്ഷൻ? USDJPY. TLSന്റെ മെത്തേഡ് നോക്കുകയാണെങ്കിൽ അവരുടെ എൻട്രി ഇവിടെ സ്റ്റോപ്പ് മുകളിൽ, എന്നിട്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് ട്രെൻഡ് ലൈനിന്റെ ഇത്രയും ഭാഗം അല്ലെങ്കിൽ ഇത്രയും പ്രൈസ് അത്രയും പോവാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ 1 മിനിറ്റിന്റെ സോണിലോട്ട് എൻ്റർ ആവാൻ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. ഇപ്പൊ ഇതും ട്രിഗർ ആയിട്ടുണ്ട്. നോക്കട്ടെ എന്ത് സംഭവിക്കും നോക്കാം. വൺ മിനിറ്റിലൊക്കെ ആകുമ്പോൾ എന്താണ് പെട്ടെന്ന് തീരുമാനമാവും SL ആണോ TP ആണോ എന്നുള്ളത്. കുറച്ച് ഹയർ ടൈം ഫ്രെയിം ആയിരിക്കും കുറച്ചും കൂടെ മോർ പ്രോബബിൾ. പിന്നെ ഈ ഒരു വന്നൊരു സ്റ്റൈല് നോക്കാം, ഭയങ്കര മൊമെന്റത്തോട് കൂടിയാണ് വന്നത്. ഓക്കെ, നോക്കാം നമുക്ക് എന്താവുന്നത്. ഈ ഒരു ട്രേഡ് ഓൾമോസ്റ്റ് SL ഹിറ്റ് ആവാനായിട്ടുണ്ട്. ഓക്കെ, അത് SL ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ളത് ഈ ഒരു ട്രേഡാണ്. അപ്പൊ ഈ ഒരു സാധനം എന്തായാലും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. പകുതി വെക്കുന്നതാണോ അല്ലെങ്കിൽ സോണിന്റെ സ്റ്റാർട്ടിങ്ങിൽ വെക്കുന്നതാണോ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ അനലൈസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റിയാണ് ഇപ്പം കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി ഇവിടെ കറക്റ്റ് ആക്കി. ഓക്കെ, ഇവിടെ കണ്ടോ ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റിനെ കളക്ട് ചെയ്തിട്ടാണ് ഇപ്പം ഈ ഒരു റിയാക്ഷൻ കാണിക്കുന്നത്. നോക്കാം നമുക്ക് റിയാക്ഷൻ എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. ഓക്കെ, ട്രിഗർ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് വർക്കിംഗ് ആണ്. എവിടം വരെ വരുന്നുള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യാം. ഈ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര അൺട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാവരും റീറ്റെയിലേഴ്സ് മെത്തേഡ് എന്ന് പറയുമെങ്കിലും അധികവും 1 മിനിറ്റിലൊക്കെ ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ടാപ്പിലാണുള്ളത്. ഇവിടുന്ന് ഇപ്പം താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോക്കാം നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമോ അതോ ഹോൾഡ് ചെയ്ത് താഴോട്ട് തന്നെ പോകുമോ എന്നുള്ളത്. ഈ ഒരു പോയിന്റിൽ വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഓൺ ആക്കി വെക്കാം, സ്റ്റോപ്പ് ലോസ് എടുത്ത് ബ്രേക്ക് ഓൺ ആക്കി വെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഹോൾഡ് ചെയ്തിട്ട് നോക്കാം എവിടം വരെ പോകുന്നുണ്ട് എന്നുള്ളത്.
എത്രയാണ് വെക്കുന്നത് ടാർഗറ്റ്? ഓൾമോസ്റ്റ് അച്ചീവ് ആവാനായിട്ടുണ്ട്. ഈ ഒരു ഏരിയക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ഈവൺ ആക്കാം, പാർഷ്യൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫുൾ TP പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ഹിറ്റായോ? TP ഹിറ്റാവാനായി. ഇങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ നിന്നൊരു റെസിസ്റ്റൻസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെങ്കിൽ മാനുവലി എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്താ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് നോക്കി നോക്കാം. മാർക്കറ്റിന് വിട്ടുകൊടുക്കുക, ടേക്ക് പ്രോഫിറ്റ്, സ്റ്റോപ്പ് ലോസ്, എൻട്രി, ഈ 3 കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി ആയി കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യാം? ബാക്കി പിന്നെ മാർക്കറ്റിന് വിട്ടുകൊടുക്കുക. മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. ഓക്കെ, ഇത്രയൊക്കെ മൂവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എടുത്ത് ബ്രേക്ക് ഈവൺ ആക്കിയിട്ടുണ്ടാവും. ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് എടുത്ത് നമ്മൾ ഇവിടേക്ക് വെക്കും. ഓക്കെ, 1:2 ആണെങ്കിൽ 1:2, അല്ലെങ്കിൽ 1:4, 1:3 ആണെങ്കിൽ 1:2 ആണ് മോസ്റ്റ് ഐഡിയൽ. കാരണം പ്രൈസ് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ഈ ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഒരു മൂവ് ആയിക്കൊണ്ട് നിൽക്കുന്നത്. ഇവിടെ നിന്നൊക്കെ റിയാക്ഷൻ തന്നുകൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു ഏരിയ നിന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാർഗറ്റ് വെക്കുമ്പോൾ ഇവിടുന്ന് ഈ ട്രെൻഡ് ലൈൻ വരെ ടാർഗറ്റ് വെക്കാം, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് 2RR ടാർഗറ്റ് വെക്കാം. അടിക്കുകയാണെങ്കിൽ അടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ഈവൺ ആയിരിക്കും. പിന്നെ പാർഷ്യൽസ് ബുക്ക് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോക്കാം. പാർഷ്യൽ ബുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം 1:2 നമ്മുടെ 2RR ഹിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2RR കിട്ടി, 2 അല്ല, ഓൾമോസ്റ്റ് എത്ര കിട്ടി? ഓക്കെ, നമ്മൾ 2 കണക്ക് കൂട്ടിയാൽ മതി. ഇവിടെ നമുക്ക് 2R കിട്ടി, ഇവിടെ നമുക്ക് ഒരു ലോസ് വന്നു, ഇവിടെ നമുക്ക് എത്ര കിട്ടി? ഇവിടെ ഒരു 2RR കിട്ടി. ഇവ എത്രയും 1:2, ഇത് 1:2, 1:2, 1:4 കിട്ടി, ഒരു ലോസ്. അപ്പം 1:3 ടാർഗറ്റ് അച്ചീവ് ആയി, 3% അപ്പായിട്ടുണ്ട് നിങ്ങൾ. പിന്നെ നമ്മുടെ മേജർ ഈ ഒരു സംഭവം, നമ്മുടെ മേജർ ജനറൽ ട്രേഡ്, അതായത് ബേസിക് ട്രേഡ് ഇല്ലേ, അതാണിപ്പം പ്രോഫിറ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു 3 ട്രേഡിൽ 2 TP, 1 SL ആണുള്ളത്. ഇതെന്ത് ചെയ്യാം? നിങ്ങൾക്ക് കുറച്ച് മൂവായി ഇവിടുന്ന് ഓൾറെഡി ഇത്രയും പോർഷൻസ് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ബ്രേക്ക് ഈവൺ ആകുമ്പോൾ എന്ത് ചെയ്യാം? അല്ല സോറി, മേലോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇത് ബ്രേക്ക് ഈവൺ ആക്കാം. ഓക്കെ, ഇവിടെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു സ്വിംഗ് പോയിന്റ് ആണ്. അതിനെയും കൂടെ എടുത്തപ്പോഴാണ് മാർക്കറ്റ് ഈ റിയാക്ഷൻ തന്നത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടുണ്ട്, ഇറ്റ്സ് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? ജസ്റ്റ് വന്ന് ഹിറ്റ് ആയിട്ടാണ് പോയത്. ചില കേസസ് ഉണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് പോകും. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഹാഫിൽ എൻട്രി ഇട്ടത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ സോണിന്റെ ഹാഫിൽ എന്ത് ചെയ്തു? എൻട്രി ഇട്ടു, സ്റ്റോപ്പ് ലോസും എന്ത് ചെയ്തു? സെയിം സൈസ് ആണ്, ആ സോണിന്റെ സെയിം സൈസ് തന്നെ ഒരു എൻട്രി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? സോണിന്റെ ഹാഫിൽ എൻട്രി ആക്കി വെച്ചു. സ്റ്റോപ്പ് ലോസ് ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല, സ്റ്റോപ്പ് ലോസിന്റെ പിപ്പ് മാറ്റിയിട്ടില്ല, അതേ പിപ്പ് തന്നെയാണ്. സ്റ്റോപ്പ് ലോസ് താഴോട്ട് ഇറക്കി വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് 2 ഹിറ്റായി, ഇതും 2 ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കിയ 1, 2, 3, 4 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 2% അപ്പായി. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ഉണ്ട്, അതിന് ജോയിൻ ചെയ്യാം. ബുള്ളറ്റ്സ് ട്രേഡിംഗ് അക്കാഡമി, അതായത് നമ്മുടെ വരുന്നത് കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ്.
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ബാച്ച് ഉണ്ട്. ഈ ഒരു മെത്തേഡ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നാൽ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പം കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ട്രേഡ് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കൂ. ഈ ഒരു ട്രേഡ് ഇപ്പം റണ്ണിങ്ങിലാണ്, പ്രോഫിറ്റിലാണ്. നമ്മൾ ഫസ്റ്റ് ഇട്ട ഈ ഒരു ട്രേഡ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സോൺ വേണമെങ്കിൽ നമുക്ക് ഇത്രയും വരെ നീട്ടി വെക്കാം, പക്ഷെ അവിടം വരെ പോകുന്നു എന്താണ് 10-ൽ 2-3 ട്രേഡൊക്കെ അത്രയും പോകുള്ളൂ. നമ്മളിപ്പം സേഫായിട്ട് പ്ലേ ചെയ്യുക. 1:2, 1:3 അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡും കൂടെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ ഇതെന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം പറ്റുവാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ലൈവിൽ വന്നിട്ട് നമുക്കൊരു അപ്ഡേറ്റ് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കൂ എന്താവുന്നുള്ളത്. ഓക്കെ, എൻഡ് ചെയ്യാണ് ഞാൻ, ഈ സെഷൻ എൻഡ് ചെയ്യാണ് സ്ട്രീമിങ്. ഓക്കെ ഓക്കെ, അപ്പം ഇനി നാളെ ഒരു ലൈവ് ട്രേഡുമായിട്ട് വരാം.